ഉമ്മായൻ്റെ ഉമ്മാന്ന് കണ്ണീര് വാർത്ത് ഉറങ്ങാതിരുന്നെൻ്റെ രാവുകളോർത്ത് ഉമ്മാനെ കാണാനായി പൂതി പെരുത്ത് ഉരുകും മനസ്സാലെ ഈ വിധിയോർത്ത് ഉമ്മാനെ കാണാനായി പൂതി പെരുത്ത് ഉരുകും മനസ്സാലെ ഈ വിധിയോർത്ത് പേടിച്ചുറങ്ങുന്ന രാത്രികളിൽ ഒരു സ്വപ്നമായി വന്നെന്നെ തലോടുമ്മ മടിയിൽ കിടത്തും മുടിയിൽ തലോടും പിന്നൊരുപാട് സുന്ദര കഥകൾ പറയും നെട്ടിയുണർന്നു ഞാനുമ്മയെ തിരയും അതൊരു പാഴ്ക്കിനാവെന്നറിഞ്ഞുള്ളം പിടയും നെട്ടിയുണർന്നു ഞാനുമ്മയെ തിരയും അതൊരു പാഴ്ക്കിനാവെന്നറിഞ്ഞുള്ളം പിടയും ഉമ്മായൻ്റെ ഉമ്മാന്ന് കണ്ണീര് വാർത്ത് ഉറങ്ങാതിരുന്നെൻ്റെ രാവുകളോർത്ത് ഉമ്മാനെ കാണാനായി കൂതി പെരുത്ത് ഉരുകും മനസ്സാലെ ഈ വിധിയോർത്ത് ഉമ്മാനെ കാണാനായി പൂതി പെരുത്ത് ഉരുകും മനസ്സാലെ ഈ വിധിയോർത്ത്. ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊളത്തറമ്മലാണ്, കോഴിക്കോട് ജില്ലയിൽ. കുളത്തറ, നല്ലളം, അതുപോലെ തന്നെ രാമനാട്ടിൻ്റെ കോഴിക്കോടിൻ്റെ ഇടയിലായിട്ട് കുളത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫവാസെ, സിനാൻ അല്ലേ? ഫവാസിന്റെ ഒരു പാട്ട് കേട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമ്മളെ സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞിടത്തെ CHHS കൊളത്തറ ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ അല്ലേ? ആൾക്കാരൊക്കെ ഉണ്ട്. സിനാന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പാട്ട് പാടിയിട്ട് ഉമ്മാന്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഒരുപാട് പാട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്ത നിങ്ങളെ ഫ്രണ്ട്സ് അല്ലായിരുന്നത്? വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? ഞങ്ങളെ കൂടെ ഞങ്ങൾ ആദ്യം പഠിച്ച സ്ഥാപനമാണ്. അപ്പൊ രണ്ടാൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും? ഞാൻ +1 ആണ്. ഞാൻ +2 ഹ്യൂമാനിറ്റീസ്. എവിടെ വീട് എവിടെ പറഞ്ഞു കൊടുക്ക്? എന്റെ വീട് കോട്ടക്കൽ പൂക്കിപ്പറമ്പ്, മലപ്പുറം ജില്ലയിൽ. എന്റെ വീട് മലപ്പുറം ചെങ്ങാനി എന്ന് പറയും, കൊണ്ടോട്ടി കഴിഞ്ഞിട്ട്. കൊണ്ടോട്ടി ചെങ്ങാനില്ല. ഓക്കെ. നമ്മളെ രണ്ടും നമ്മളെ ജില്ലക്കാർ തന്നെയാണ്. ജില്ല വേർതിരിച്ച് പറയല്ലോ കേട്ടോ, മലപ്പുറം ജില്ലക്കാരാണ്. ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കറിയാം ഒരുപാട് ഇങ്ങനത്തെ കഴിവുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. അപ്പൊ അങ്ങനെ അവരൊക്കെ തേടി പിടിച്ച് ഇങ്ങനെ പോണതിന്റെ ഇടയിലാണ് ഇവരൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും കാണാൻ പറ്റിയില്ലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇനിയും പാട്ട് പഠിക്കുന്നുണ്ടോ? അല്ലല്ലോ, ഇല്ല. പിന്നെ രണ്ടാൾക്കും പിന്നെ പൂർണ്ണമായിട്ട് കാഴ്ചയില്ല. അതെ, ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് 0 ആണ് അല്ലേ? ജന്മന കഴിവ് ഇതില്ല, കാഴ്ചയില്ല. ഐസിയുലിട്ടിട്ട് നമ്മളെ ഈ കണ്ണിന് ഞരമ്പ് അവിടുത്തെ ലൈറ്റിന്റെ പവർ കൊണ്ട് കത്തിപ്പോയതാ. അതെ അല്ലേ? എന്റെ ജന്മന തീരെ കാണൂലായിരുന്നു. പിന്നെ 100 കിട്ടി. പിന്നെ ഒരു ഒറ്റ പ്രയാസം കാരണം ഈ കണ്ണിന് ചുവപ്പ് കളറായി. ഇതിനെ ബാധിച്ചിട്ട് കുറഞ്ഞു പോയി. അവര് പറഞ്ഞു റെഡി ആവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പ്രഷർ കാരണം കുറച്ച് പിന്നെ ലൈറ്റ് കമ്മി ഉണ്ടാവും വീഡിയോക്ക്. കാരണം കുറച്ച് നേരം വൈകി ഇവിടെ എത്തുമ്പോൾ പിന്നെ നമ്മൾ മറ്റൊരു വീഡിയോ നിങ്ങൾ എന്താ പറയുക ഒരു ശതമോളം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ആ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണണം. കാരണം ഇത്ര കഴിവുള്ള ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, ഒരു സിമ്പതി അല്ല, സിമ്പതിക്ക് പുറമെ നമ്മൾ കഴിവിനെ അംഗീകരിക്കുക അല്ലേ? അതാണ്. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരേ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വരും 4 യാചകനാണെന്നോ പ്രാണസഖി നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ.
കൊണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. സിനാന് മിമിക്രി ഒക്കെ അവതരിപ്പിക്കുന്നതാണ്. ഓ മിമിക്രി ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ 5 കഴിഞ്ഞ് 6, 7 ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്തിട്ടില്ല. പിന്നെ 8, 9 ഒന്നും അതിനൊന്നുമില്ല. അതിനിടെ പിന്നെ എന്താ 2 മിമിക്രി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിച്ചെടുത്തേ? ജസ്റ്റ് ട്രെയിൻ അടുത്ത് കൂടെ പോകുന്നൊരു ശബ്ദമാണ്. ട്രെയിൻ പോയി. ഇനി അടുത്ത് ജസ്റ്റ് ഒരു ഗ്യാസിന്റെ ഓട്ടോറിക്ഷ ഇപ്പൊ ഉള്ളതാണല്ലോ. അപ്പോ ഗ്യാസിന്റെ ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കേറിയിട്ടുണ്ട്. മറ്റേ പിന്നെ പെട്രോൾ ഓട്ടോറിക്ഷന്റെ അല്ലെങ്കിൽ ഡീസൽ ഓട്ടോറിക്ഷന്റെ സൗണ്ട് ഉണ്ടാവില്ല അല്ലേ? പിന്നെ എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻ രണ്ടാളതും? എനിക്ക് ഞാൻ ഇപ്പൊ സിംഗറായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് പാട്ടിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടല്ലേ? മ്യൂസിക് എടുക്കണമെന്നാണ് മ്യൂസിക്. ഫവാസും സിനാനും കൂടി ഒരൊറ്റ പാട്ട് കൂടി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിയെടുത്ത ഒരുപാട് നേരം വൈകിട്ടുണ്ട്. എന്നാലും രണ്ടാളും കൂടി പാടാമല്ലേ? മക്കത്തെ മംഗലരാവ് ഇപ്പത്തെ ട്രെൻഡായ മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൽ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്കേറി എത്തിയല്ലോ മണിമാരൻ. മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്കേറി എത്തിയല്ലോ മണിമാരൻ. എല്ലാം പടച്ചോരോടോതി ഖദീജയും ഉമ്മയും ഒന്നായി 10 മാസം ചുമന്നല്ലോ പിറന്നല്ലോ പാത്തുമ്മ പെണ്ണ്. മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്കേറി എത്തിയല്ലോ മണിമാരൻ. അടിപൊളി. ഇത്രയും കഴിവാണ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ രണ്ടാൾക്കും. പിന്നെ വലിയ വലിയ ഗായകനെന്നല്ലെങ്കിലും എങ്കിലും കൂടിയിട്ട് ഈ ഒരു പരിമിതികൾക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ടുള്ള കഴിവുകളാണ് അല്ലേ? എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഞാൻ പറയാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇടുന്ന പാട്ട് ഗാസ തെരുവിലാണ്. അതിന് നല്ല രീതിക്കുള്ള സപ്പോർട്ടാണ് കിട്ടിയത്. ഇപ്പൊ ഇതും കേറിക്കൊണ്ട് ഞാന് ഒരു ലൈവില് പോയി പാടി, അത് വൈറലായി. പിന്നെ 2ാമത്തെ ലൈവിൽ ഒരു ഇവരെ പ്രൊജക്റ്റ് ആണ്, അതിലും പോയി പാടിയിട്ടുണ്ട്. പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടി രണ്ടാളും കൂടി. തെരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം. മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ എന്ന് തീരും ഈ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ. ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല. അറബിപ്പൊൻ വിളയുന്ന കാലം വരുന്നുണ്ട്. തഖ്വ കൊണ്ട് നേടിടുമേ ഫാസിസം കരയുമെന്ന്. ഗാസ തെരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. താങ്ക് യു. അപ്പൊ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഒരിക്കലോട് പറയാനുള്ള സപ്പോർട്ട് ചെയ്യാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അല്ലേ? യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാ, ഇൻസ്റ്റാഗ്രാം കയറി ഫോളോ ചെയ്യാ. എന്റെ ചാനലിന്റെ പേര് അഹമ്മദ് സിനാൻ ഒഫീഷ്യൽ എന്നാണ്. എന്റെ ചാനലിന്റെ പേര് ഫവാസ് തന്നല ഒഫീഷ്യൽ എന്നാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ, അവരൊക്കെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഓക്കെ, എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ. ഹായ്, അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.